Indian Institute of Commerce, Lakshya. നമസ്കാരം, അതിവേഗ വാർത്തയിലേക്ക് സ്വാഗതം. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. ഇന്ത്യൻ സമയം രാവിലെ 11:05 അന്ത്യം. 89 വയസ്സായിരുന്നു. 11 വർഷം ആഗോള സഭയെ നയിച്ച പിതാവാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ലളിത ജീവിതം കൊണ്ട് മാതൃകയായ ഫ്രാൻസിസ് മാർപ്പാപ്പ ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദുഃഖത്തിന്റെയും ഓർമ്മയുടെയും ഈ വേളയിൽ ആഗോള കത്തോലിക്ക സമൂഹത്തിന് തന്റെ ഹൃദയംഗമായ അനുശോചനം അറിയിക്കുന്നുവെന്ന് മോദി. എക്സ് പോസ്റ്റിലൂടെയാണ് മോദി അനുശോചനം രേഖപ്പെടുത്തിയത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ അനുശോചിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കാരുണ്യത്തിന്റെയും നീതിയുടെയും സമാധാനത്തിന്റെയും ആഗോള ശബ്ദമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയെന്ന് രാഹുൽ ഗാന്ധി. അദ്ദേഹം എന്നും അടിച്ചമർത്തപ്പെട്ടവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ഒപ്പം നിന്നുവെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാതൃകാ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു മാർപ്പാപ്പ. അടിച്ചമർത്തലിനും ചൂഷണത്തിനും വിധേയമാകുന്ന മുഴുവൻ മനുഷ്യവിഭാഗങ്ങളോടും ഐക്യദാർഢ്യം പുലർത്തിയ മനസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെതെന്നും പിണറായി വിജയൻ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി മേജർ ആർച്ച് ബിഷപ്പ് ബസിലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവ. ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയ്ക്കും ലോകത്തിനും മാതൃക നൽകിയ ആളാണെന്നും നമ്മുടെ ദേശത്തോടുള്ള അദ്ദേഹത്തിന്റെ മതിപ്പ് വ്യക്തിപരമായി ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും ക്ലീമിസ് ബാവ. മാർപ്പാപ്പയുടെ മരണത്തിൽ ദുഃഖം പങ്കുവെച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ജനതയെ ഹൃദയത്തോട് ചേർത്തും സ്നേഹം ചൊരിഞ്ഞും ജീവിച്ച മഹാ ഇടയനാണ് മാർപ്പാപ്പയെന്നും മനുഷ്യത്വത്തിന്റെയും മാനവികതയുടെയും മുഖമായിരുന്നു പോപ്പെന്നും പ്രതിപക്ഷ നേതാവ്. ഐറിഷ് കർദിനാൾ കെവിൻ ഫാരൽ കമർലെങ്കോ ആയി ചുമതലയേറ്റു. പോപ്പിന്റെ വിടവാങ്ങലിൽ പുതിയ പാപ്പ ചുമതലയേൽക്കും വരെ വത്തിക്കാന്റെ ചുമതല വഹിക്കുക കമർലെങ്കോ പദവിയിലുള്ള കെവിൻ ഫാരലായിരിക്കും. നടൻ ഷൈൻ ടോൺ ചാക്കോ സിനിമാ സെറ്റിൽ ലഹരി മരുന്ന് ഉപയോഗിച്ച് മോശമായി പെരുമാറിയെന്ന നടി വിൻസിയുടെ പരാതിയിൽ ഫിലിം ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം പൂർത്തിയായി. ഷൈനെതിരെ ഉടൻ നടപടി എടുക്കേണ്ടെന്നാണ് ചേംബറിന്റെ തീരുമാനം. താരസംഘടനയായ അമ്മയുടെ ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റി വ്യക്തമാക്കി. മുനമ്പം ഭൂമി സംബന്ധിച്ച കേസിലെ വാദം കേൾക്കൽ നീട്ടിവെച്ചു. മെയ് 27 കേസ് മാറ്റി. അന്തിമ വിധി പറയുന്നത് ഹൈക്കോടതി സ്റ്റേ ചെയ്ത സാഹചര്യത്തിലാണ് തീരുമാനം. നിലവിലെ ജഡ്ജി മെയ് 19 സ്ഥലം മാറുന്നതിനാലാണ് വാദം തുടരാത്തത്. തിരുവനന്തപുരം അമ്പലമുക്ക് വിനീത കൊലപാതകത്തിൽ പ്രതിയുടെ ശിക്ഷാവിധി വ്യാഴാഴ്ച പ്രഖ്യാപിക്കും. പ്രതി കന്യാകുമാരി രാജേന്ദ്രൻ കുറ്റക്കാരനാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. കൊലപാതകത്തിൽ പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. അതേസമയം പ്രതിയുടെ പ്രായം പരിഗണിക്കണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടു. 2022 ഫെബ്രുവരി 6 നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി പാർട്ടി മുഖപത്രം. കോഴിക്കോട് DCC ഉദ്ഘാടനത്തിനിടയിലെ നേതാക്കളുടെ ഉന്തും തള്ളും നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത പ്രവൃത്തിയായി പോയെന്ന വിമർശനം. പ്രസ്ഥാനത്തിന്റെ യശസ്സിനെ ഇടിച്ചുകയറിയും പിടിച്ചു തള്ളിയും അപകീർത്തിപ്പെടുത്തരുതെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങൾക്ക് കാസർകോട് തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ഏറെ പ്രതിസന്ധികൾക്കിടയിലും സംസ്ഥാനം ഒട്ടേറെ മുന്നോട്ടുപോയെന്ന് മുഖ്യമന്ത്രി. നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എതിരായ ED കുറ്റപത്രത്തിൽ പ്രതിഷേധിച്ച് ഇന്നു മുതൽ 27 വരെ കോൺഗ്രസ് പാർട്ടി പത്രസമ്മേളനങ്ങൾ നടത്തും. 57 നഗരങ്ങളിലായാണ് പത്രസമ്മേളനം നടത്തുക.
AICC മീഡിയ ആൻഡ് പബ്ലിസിറ്റി ചെയർമാൻ പവൻ ഖേരയാണ് വിവരം തന്റെ എക്സിലൂടെ പങ്കുവച്ചത്. സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. സ്വർണത്തിന് 760 രൂപ വർദ്ധിച്ച് 72,120 രൂപയായി. ഗ്രാമിന് 95 രൂപ കൂടി 9,015 രൂപയായി. ഗ്രാമിന് ചരിത്രത്തിൽ ആദ്യമായാണ് വില 9,000 രൂപ കടന്നത്. ട്രംപിന്റെ താരിഫ് യുദ്ധം ലോകമെമ്പാടും സൃഷ്ടിക്കുന്ന അനിശ്ചിതത്വവും പണപ്പെരുപ്പ സാധ്യതയും ഉൾപ്പെടെയാണ് സ്വർണ്ണവില ഉയരാൻ കാരണമായിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാസമരം 4ാം ഘട്ടത്തിലേക്ക്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ രാപ്പകൽ ആശാസമര യാത്ര സംഘടിപ്പിക്കും. മെയ് 5-ന് കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന രാപ്പകൽ സമരയാത്ര ജൂൺ 17-ന് തിരുവനന്തപുരത്തെത്തും. അതേസമയം സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം നിലനിർത്തുമെന്ന് ആശമാർ. 5 ദിവസത്തെ US സന്ദർശനത്തിനായി സാൻ ഫ്രാൻസിസ്കോയിലെത്തി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. US ഇന്ത്യൻ അംബാസിഡർ വിനയ് മോഹൻ ക്വാത്രയും സാൻ ഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ കോൺഗ്രസ് ജനറൽ ശ്രീകർ റെഡ്ഡി കോപ്ലെയും ധനമന്ത്രിയെ വിമാനത്താവളത്തിലെത്തി സ്വീകരിച്ചു. ഏപ്രിൽ 25 വരെയാണ് സന്ദർശനം നടത്തുക. 4 ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ത്യയിലെത്തി. ഡൽഹിയിലെ പാളം വ്യോമത്താവളത്തിൽ പ്രത്യേക വിമാനത്തിൽ എത്തിയ വാൻസിനെ കേന്ദ്രമന്ത്രിമാർ സ്വീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തും. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ബന്ധം, ഇറക്കുമതി ചുങ്കം തുടങ്ങിയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. ഇന്തോനേഷ്യയിൽ ഭൂചലനം അനുഭവപ്പെട്ടതായി റിപ്പോർട്ട്. 5.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായതായി നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചു. രാത്രി 11:50-ന് ഇന്തോനേഷ്യയിലെ സുലവേസിയിലെ തെക്കുകിഴക്കായാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം തുറക്കാനൊരുങ്ങി ചൈന. നദീനിരപ്പിൽ നിന്ന് 2051 അടി ഉയരത്തിലുള്ള പാലം തെക്കു പടിഞ്ഞാറൻ ചൈനയിലെ ഗുഷ്വോയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലമായ ഫ്രാൻസിലെ മില്ലോ വയഡക്റ്റിനേക്കാൾ 947 അടി ഉയരം കൂടുതലാണ്. സൗദി പോസ്റ്റ് ഓരോ വ്യക്തിക്കും നൽകുന്ന നാഷണൽ അഡ്രസ് ഇല്ലാത്ത ഷിപ്മെന്റുകൾ സ്വീകരിക്കരുതെന്ന ഷിപ്പിംഗ് കമ്പനികൾക്ക് നിർദ്ദേശം നൽകി പൊതുഗതാഗത അതോറിറ്റി. അടുത്ത വർഷം ജനുവരി മുതൽ നിർദ്ദേശം നിയമമായി പ്രാബല്യത്തിൽ വരുമെന്നും അതോറിറ്റി. പാഴ്സൽ ഷിപ്പിംഗ് മേഖലയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഗുണഭോക്താക്കൾക്ക് നൽകുന്ന സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണിത്. കുവൈത്തിലെ ജയിലിൽ കഴിഞ്ഞിരുന്ന പ്രവാസികൾ ഉൾപ്പെടെ 30 തടവുകാർക്ക് മോചനം. ജീവപര്യന്തം തടവ് 20 വർഷമായി കുറയ്ക്കാനുള്ള അമീർ ഷെയ്ഖിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് തടവുകാരെ മോചിപ്പിക്കാനുള്ള തീരുമാനം. സെൻട്രൽ ജയിലിൽ നിന്നാണ് 20 വർഷത്തിലധികം തടവ് അനുഭവിച്ചവരെ വിട്ടയച്ചത്. ദുബായ് സർക്കാരിന്റെ ആപ്സ് ചാമ്പ്യൻഷിപ്പിൽ 1.28 കോടി രൂപയുടെ സമ്മാനം നേടി മലയാളി. കൊല്ലം സ്വദേശിനി സുൽത്താനയാണ് ചേംബർ ഓഫ് ഡിജിറ്റൽ ഇക്കണോമി സംഘടിപ്പിച്ച പരിപാടിയിൽ സമ്മാനം സ്വന്തമാക്കിയത്. 132 രാജ്യങ്ങളിൽ നിന്നുള്ള 4710 മത്സരാർത്ഥികളിൽ നിന്നാണ് സുൽത്താന 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. ദുബായ് എമിറേറ്റിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ 50 ഡ്രൈവറില്ലാ ടാക്സികൾ ഉടൻ ഓടിത്തുടങ്ങും. 2026-ൽ ഡ്രൈവറില്ലാ ടാക്സികൾ ഔദ്യോഗികമായി പുറത്തിറക്കുന്നതിന് മുന്നോടിയായാണ് വരും മാസങ്ങളിൽ പരീക്ഷണയോട്ടം നടക്കുന്നത്. ഇതു സംബന്ധിച്ച് ദുബായും ചൈനയും തമ്മിൽ ധാരണയായി. കുവൈത്തിലെ ജലീബ് അൽ ഷുവൈക്കിൽ വിപുലമായ സുരക്ഷാ ക്യാമ്പയിനുമായി അധികൃതർ. ക്രിമിനൽ സെക്യൂരിറ്റി സെക്ടറിന്റെ നേതൃത്വത്തിൽ നടത്തിയ ക്യാമ്പയിനിൽ സർക്കാർ ഏജൻസികളും സഹകരിച്ചു. ഏരിയയിലെ റെസിഡൻഷ്യൽ വീടുകളിൽ പ്രവർത്തിക്കുന്ന അംഗീകാരമില്ലാത്ത വാണിജ്യ സ്ഥാപനങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു പരിശോധന. ISRO ദൗത്യമായ സ്പെയ്ഡക്സിന്റെ 2ാം ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കി. SDX-01, SDX-02 എന്നീ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചാണ് ഡോക്കിംഗ് പരീക്ഷണം നടത്തിയത്. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗാണ് വിവരം എക്സിലൂടെ അറിയിച്ചത്.
കർണാടക മുൻ DGP ഓം പ്രകാശിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി മകൻ. ഓം പ്രകാശും ഭാര്യയും 12 വർഷമായി സ്ക്രീസോഫീനിയ എന്ന രോഗത്തിന് ചികിത്സയിലാണെന്നും കടുത്ത മാനസിക വെല്ലുവിളികളിലൂടെയാണ് കടന്നുപോയിരുന്നതെന്നും മകൻ മൊഴി നൽകി. ഇന്നലെ വൈകിട്ടാണ് ഓം പ്രകാശിനെ വീട്ടിനുള്ളിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോഴിക്കോട് തിരുവമ്പാടിയിൽ വയോധികയെ കഴുത്തറുത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. ആനക്കാമ്പോയിൽ സ്വദേശി റോസമ്മയാണ് മരിച്ച നിലയിൽ വീട്ടിനടുത്തുള്ള തൊഴുത്തിൽ കണ്ടെത്തിയത്. കൈഞ്ഞരമ്പ് മുറിച്ച നിലയിലും ആസിഡ് കുടിച്ച നിലയിലുമാണ് ഉള്ളത്. സംഭവത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തിരുവനന്തപുരം ബാലരാമപുരത്ത് കാറിൽ കടത്താൻ ശ്രമിച്ച കഞ്ചാവ് പിടികൂടി. ആന്ധ്രയിൽ നിന്ന് കഞ്ചാവ് വൻതോതിൽ കടത്തിക്കൊണ്ടുവന്ന് ചില്ലറ വിൽപ്പന നടത്തുന്നതിനിടെയാണ് പിടികൂടിയത്. വെങ്ങാനൂർ സ്വദേശി ആദർശാണ് പിടിയിലായത്. എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. IB ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ ആരോപണ വിധേയനായ സഹപ്രവർത്തകൻ സുഖാന്തിന്റെ എടപ്പാളിലെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി. തിരുവനന്തപുരം പേട്ട സ്റ്റേഷനിലെ SIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. പരിശോധനയിൽ ഹാർഡ് ഡിസ്ക്, പാസ്ബുക്കുകൾ എന്നിവ കണ്ടെടുത്തു. പാലക്കാട് ആനക്കരയിൽ വിദ്യാർത്ഥിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കി പ്രതി അറസ്റ്റിൽ. ചേകന്നൂർ സ്വദേശി ഹസനാണ് അറസ്റ്റിലായത്. വിവിധ ഭാഗങ്ങളിൽ വിദ്യാർത്ഥിയെ ബൈക്കിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. കുട്ടി സംഭവം രക്ഷിതാക്കളോട് പറഞ്ഞതോടെയാണ് വിവരം പുറത്തറിഞ്ഞത്. തൃത്താല CIയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കോഴിക്കോട് വെള്ളിമാട് കുന്നിലെ സംരക്ഷണ കേന്ദ്രത്തിൽ നിന്നും പോക്സോ കേസിലെ അതിജീവത ചാടിപ്പോയി. ഇവരുടെ കുഞ്ഞിനെയും കൊണ്ടാണ് അതിജീവത ചാടിപ്പോയത്. സംഭവത്തിൽ കോഴിക്കോട് ടൗൺ പോലീസ് അന്വേഷണം തുടങ്ങി. ഡോക്ടർമാർ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്ന ഉത്തേജക മരുന്നുകൾ ജിമ്മുകളിലേക്ക് അനധികൃതമായി എത്തിച്ചു നൽകിയതിന് 2 യുവാക്കൾ അറസ്റ്റിൽ. ഈറോഡ് ജില്ലയിൽ ജിം നടത്തുന്ന സെന്തിൽ കുമാർ, ജിം പരിശീലകനായ ശങ്കറുമാണ് പിടിയിലായത്. 10 ലക്ഷം രൂപ വിലയുള്ള ഉത്തേജക മരുന്നുകളും 28,000 രൂപയും കാറും പോലീസ് പിടിച്ചെടുത്തു. കോയമ്പത്തൂർ ജില്ലയിലെ മേട്ടുപാളയത്താട് മെഡിക്കൽ അനുമതിയില്ലാതെ ജിമ്മുകളിലേക്ക് നിയമവിരുദ്ധമായി ഉത്തേജക മരുന്നുകൾ വിതരണം ചെയ്തത്. ആലപ്പുഴ മാന്നാർ ചെന്നിത്തലയിൽ ആളൊഴിഞ്ഞ പറമ്പിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇരമത്തൂർ പരുവന്തറ സ്വദേശി മോബിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാന്നാർ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. നിലവിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. കൊല്ലത്ത് ബസ് കാത്തുനിന്ന് അച്ഛനെയും മകനെയും പോലീസ് മർദ്ദിച്ചതായി പരാതി. കരിക്കോട് സ്വദേശി നാസർ, മകൻ മുഹമ്മദ് സെയ്ദ് എന്നിവരാണ് കൊല്ലം ഈസ്റ്റ് SI സുമേഷ് മർദ്ദിച്ചെന്ന് പരാതിപ്പെട്ടത്. മദ്യപിച്ചോ എന്ന് ചോദിച്ചായിരുന്നു പോലീസ് അതിക്രമം നടത്തിയതെന്ന് സെയ്ദ്. സംഭവത്തിൽ SIയെ സസ്പെൻഡ് ചെയ്തു. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കോഴിക്കോട് പുതിയങ്ങാടിയിൽ നവദമ്പതികളെ ആക്രമിച്ച യുവാവ് അറസ്റ്റിൽ. കുണ്ടൂപ്പറമ്പ് സ്വദേശി നിഖിൽ S നായരെയാണ് എലത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പുതിയങ്ങാടിയിലെ പെട്രോൾ പമ്പിൽ ബൈക്കിൽ ഇന്ധനം നിറയ്ക്കാനെത്തിയ നവദമ്പതികളോട് ഇയാൾ മോശമായി പെരുമാറി. ഇത് ചോദ്യം ചെയ്ത ഭർത്താവിനെ പ്രതി ആയുധം കൊണ്ട് ആക്രമിക്കുകയായിരുന്നു. കൊല്ലം ചാത്തന്നൂരിൽ ലോൺ വാങ്ങി നൽകാമെന്ന് വ്യാജേന 20ഓളം പേരിൽ നിന്നും പണം തട്ടിയതായി പരാതി. നിർധന കുടുംബത്തിനെ മുൻനിർത്തിയാണ് ലക്ഷങ്ങൾ തട്ടിയത്. ഇവർ പരസ്പരം സന്ദേശങ്ങൾ പങ്കുവെക്കുന്ന വീഡിയോയും വാട്സപ്പ് സന്ദേശങ്ങളും പുറത്തുവിട്ടു. സംഭവത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. ഈസ്റ്റർ ദിനത്തിൽ മദ്യം വിറ്റ 2 പേർ എക്സൈസിന്റെ പിടിയിൽ. വടക്കാഞ്ചേരി, ചെറുതുരുത്തി, വെട്ടിക്കാട്ടിരി ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് മദ്യം കടത്താൻ ഉപയോഗിച്ച സ്കൂട്ടറുകൾ സഹിതം കണ്ടെത്തിയത്. നെടുമ്പുര സ്വദേശി ശിവദാസ്, വെട്ടിക്കാട്ടിരി സ്വദേശി വിശ്വംഭരൻ എന്നിവരെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. ബീവറേജസിൽ നിന്നും മദ്യം വാങ്ങി അമിത വിലയ്ക്ക് ആവശ്യക്കാർക്ക് സ്കൂട്ടർ എത്തിച്ചു കൊടുക്കുന്നതിനിടയിലാണ് ഇരുവരും പിടിയിലായത്.
കോതമംഗലം അടിവാട് മാലിക് തിനാർ സ്കൂൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ ടൂർണമെന്റിനിടെ ഗാലറി തകർന്നു വീണ് 52 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ല. ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപായിരുന്നു അപകടം. മഴയിൽ താൽക്കാലിക ഗാലറിയുടെ കാലുകൾ മണ്ണിൽ പുതഞ്ഞതാണ് അപകട കാരണമെന്നാണ് നിഗമനം. തിരുവനന്തപുരം ആര്യങ്കോട് ടെക്സ്റ്റൈൽസിൽ ആക്രമണം നടത്തിയ ഒരാൾ പിടിയിൽ. ജോജോ എന്ന ആളാണ് പിടിയിലായത്. 2 പേർ രക്ഷപ്പെട്ടു. മകയിരം ടെക്സ്റ്റൈൽസിൽ ജോജോ ഉൾപ്പെടെ 3 പേർ എത്തി കട ഉടമയായ സജികുമാറിനെ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. തോർത്ത് നൽകാത്തതിനെ തുടർന്നാണ് ആക്രമണം. സജി നിലവിൽ ചികിത്സയിലാണ്. രക്ഷപ്പെട്ടവർക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. കോഴിക്കോട് കൊയിലാണ്ടി മേലൂർ കൊണ്ടംവള്ളി ക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമായി കഥിന പൊട്ടിക്കുന്നതിനിടെ ഉണ്ടായ അപകടത്തിൽ പരിക്കേറ്റയാൾ മരിച്ചു. കൊണ്ടംവള്ളിയിലെ മീത്തൽ ഗംഗാധരൻ നായരാണ് മരിച്ചത്. ഏപ്രിൽ 15 നടന്ന അപകടത്തിൽ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്നു. കണ്ണൂർ പള്ളിക്കുന്നിൽ ലോറി മരത്തിലിടിച്ച് ഡ്രൈവർ മരിച്ചു. കൊണ്ടോട്ടി സ്വദേശിയായ ഡ്രൈവറാണ് മരിച്ചത്. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു അപകടം. ലോറിയെ മറികടന്ന് വന്ന സ്വകാര്യ ബസ് ഇടിച്ചതിനെ തുടർന്ന് ലോറി നിയന്ത്രണം വിട്ട് മരത്തിലിടിക്കുകയായിരുന്നു. തൃശൂർ മണ്ണംപേട്ടയിൽ നിയന്ത്രണം വിട്ടുമറിഞ്ഞ സ്കൂട്ടറിൽ ബസ് കയറി അപകടം. അപകടത്തിൽ സ്കൂട്ടറിൽ നിന്നും പാതയോരത്തെ കാനയിലേക്ക് തെറിച്ചു വീണ യാത്രക്കാരൻ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. അതേസമയം സ്കൂട്ടർ വരുന്നത് കണ്ട് വെട്ടിക്കാൻ ശ്രമിച്ച ബസ് മറ്റൊരു സ്കൂട്ടറിൽ ഇടിച്ച് അമ്മയ്ക്കും മകൾക്കും നിസാര പരിക്കേറ്റു. തിരുവനന്തപുരം പൂവച്ചലിൽ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം. അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. കോട്ടൂർ സ്വദേശി ശരത്ത്, പന്നിയോട് സ്വദേശി അമൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. അമിത വേഗത്തിൽ വരികയായിരുന്നു അമൽ. മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടയിൽ ശരത്തിന്റെ ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. തമിഴ്നാട് വാൽപ്പാറയിൽ റോഡരികിൽ കരടി ഇറങ്ങി. വാൽപ്പാറ അലിയാറിലാണ് കരടി ഇറങ്ങിയത്. റോഡരികിലെ സുരക്ഷാ കൈവരിയിലൂടെ നടന്നു നീങ്ങുന്ന കരടിയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇന്നലെ വൈകുന്നേരമാണ് സംഭവം. വഴിയാത്രക്കാരാണ് കരടിയുടെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പേ ചുവരെഴുത്തുമായി കോൺഗ്രസ്. അതേസമയം സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസ് ക്യാമ്പിൽ ആശങ്ക തുടരുകയാണ്. സ്ഥാനാർത്ഥിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്ന നിലപാടിലാണ് കോൺഗ്രസിന്. UDF സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം മതി സ്ഥാനാർത്ഥി നിർണയം എന്ന നിലപാടിലാണ് LDF ഉള്ളത്. ആലപ്പുഴ ചെങ്ങന്നൂരിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന വൻ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു. അടിയന്തര നടപടി വേണമെന്നാവശ്യപ്പെട്ട് പുലിയൂർ പഞ്ചായത്ത് റെയിൽവേക്ക് കത്ത് നൽകി. അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ ഇത്തവണത്തെ മഴക്കാലം എത്തുന്നതിന് മുൻപായെങ്കിലും മുറിച്ചു മാറ്റണമെന്നാണ് ആവശ്യം. കേരളപ്പിറവി സുവർണ ജൂബിലി സ്മാരകമായ തൃശൂർ തിരുവില്ലാമല മലാറയിലെ മാന്തോപ്പ് സാമൂഹിക വിരുദ്ധ താവളമായി മാറുന്നു. ടൂറിസത്തിന് നിരവധി സാധ്യതകളുള്ള ഇവിടം നല്ല രീതിയിൽ പരിപാലിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടുക്കി അടിമാലി കല്ലാറിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് നാട്ടുകാർ. ഏതാനും മാസം മുൻപ് പുതിയ കെട്ടിടത്തിന്റെ ജോലികൾ തുടങ്ങിയെങ്കിലും സ്ട്രക്ചറൽ ജോലി മാത്രമാണ് പൂർത്തിയായത്. 16 വർഷത്തിനു ശേഷം സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കുന്ന പാഠ്യപദ്ധതി പരിഷ്കരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. ഈ മാസം 23-ന് തിരുവനന്തപുരത്ത് കോട്ടൺ ഹിൽ സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളുടെ പ്രകാശനവും സംസ്ഥാനതല വിതരണ ഉദ്ഘാടനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഇടുക്കി മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിലൊന്നായ കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുങ്ങുന്നു. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിലെ നേതൃത്വത്തിൽ വാച്ച് ടവറിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ലൈറ്റ് ഹൗസ് മാതൃകയിലാണ് വാച്ച് ടവർ നിർമ്മിക്കുന്നത്. കോട്ടപ്പാറ വ്യൂ പോയിന്റിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുകയാണ് ലക്ഷ്യം. അതിവേഗ വാർത്തയിൽ ഇനിയൊരു ഇടവേള.
ബികോം പഠിക്കൂ ഡിഗ്രി എടുക്കൂ, ബികോം പഠിക്കൂ ഡിഗ്രി തന്തവൈബ് മാറ്റി പിടിക്കണോ? പിന്നെ ഇല്ലാതെ കാലം മാറിയില്ലേ. ബികോമിനൊപ്പം CMA കൂടെ ഒരുമിച്ച് പഠിക്കൂ. ഇന്റലിജന്റ് ആയ പുതുതലമുറയ്ക്ക് ഇന്റഗ്രേറ്റഡ് ഡിഗ്രി കോഴ്സസ്. ലേൺ CMA ഇന്റഗ്രേറ്റഡ് ബികോം ഓൺലി ഫ്രം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ്, ലക്ഷ്യ. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിന്റ് ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. പെയിന്റ് ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. ഒരു അമൃത് വേണി ഉൽപ്പന്നം. ഓരോ വീടിന്റെയും കഥകൾ വ്യത്യസ്തമാണ്, പക്ഷേ സന്തോഷം അത് ഓരോ വീട്ടിലും ഒരുപോലാണല്ലോ. ഒരു വീടിന്റെ സന്തോഷത്തിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായേക്കാം, പക്ഷെ നല്ലൊരു തണുത്ത അന്തരീക്ഷം എല്ലായിടത്തും സന്തോഷവും സമാധാനവും നിറയ്ക്കുന്നു. അതാണ് ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നത്. മികച്ച തണുപ്പ് കുറഞ്ഞ ചെലവിൽ, അതും ഏറ്റവും വലിയ ഡിസ്കൗണ്ടുകളുമായി ചില്ലാക്സ് ഓഫറിലൂടെ. നന്ദിലക് ജി മാർട്ട്, നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ സന്തോഷത്തിനായി. ലാസർ ചേട്ടൻ, നമ്മുടെ ബ്രോക്കർ ചേട്ടൻ, ബസ്സിന് പിറകെ പാഞ്ഞുമടുത്തൊരു ശോകം ചേട്ടൻ. വേണം ചേട്ടന് ബൈക്ക്, നല്ലൊരു സൂപ്പർ ബൈക്ക്. ഹൈ വന്നു ധനലക്ഷ്മി, വന്നു സൂപ്പർ ബൈക്ക്. വായോ വായോ ധനലക്ഷ്മിക്ക് വായോ. വണ്ടി വാങ്ങാം, വീട് വെക്കാം, ബിസിനസ് ഡ്രീം കളർഫുൾ ആക്കാം. ധനലക്ഷ്മി, ധനലക്ഷ്മി, ധനകാര്യത്തിന് ധനലക്ഷ്മി. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് വാങ്ങും. അപ്പൊ ഈ ക്യൂട്ടിക്ക് ട്രിക്ക് ഒന്നുമില്ലേ? ക്യൂട്ടിക്കുള്ളത് ട്രിക്കല്ല, മാജിക്. 35 രൂപയുടെ 2 സോപ്പ് വാങ്ങുന്നതിന് പകരം ഒരു മാസത്തേക്ക് 28 രൂപയുടെ ഒരു ക്യൂട്ടി സോപ്പ് ധാരാളം. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. ബ്രാൻഡഡ് പ്രൊഡക്റ്റുകൾ ഇനി ബഡ്ജറ്റിൽ ഒതുക്കാം. S&Sന്റെ സമ്മർ സെയിൽ ഓഫറിൽ എല്ലാ ഇലക്ട്രിക് പ്ലംബിംഗ് ഉൽപ്പന്നങ്ങൾക്കും 67% വരെ ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കി വീട് പണിക്ക് ചിലവ് കുറയ്ക്കാം. SS മാർക്കറ്റിംഗ്, പാറക്കണ്ടി, കണ്ണൂർ. അതിവേഗ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ഇൻ അസോസിയേഷൻ വിത്ത് അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. മൈ ചോയ്സ്, നാലാൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. ഗോപുനന്ദിലെ ജിമാർട്ടിൽ ഒരു AC വിലയ്ക്ക് 2 AC കൾ. ഗോപുനന്ദിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. മൈ ജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. HUID 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, ചൂസ് യുവർ സ്പെഷ്യൽ. SP Medifort, the new advanced unit of SP Fort Healthcare, is now operational at Injikil, Thiruvananthapuram. സാമ്പാറിന് രുചി ഉണ്ടാവണമെങ്കിൽ VB കായം തന്നെ വേണം. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. Join India's #1 Commerce Institute, Indian Institute of Commerce, ലക്ഷ്യ. അതിവേഗ വാർത്ത തുടരുന്നു. തിരുവനന്തപുരം നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ പോഷകാഹാര പ്രദർശനം സംഘടിപ്പിച്ചു. പ്രദർശനമേളയിൽ നഗരസഭാ അധ്യക്ഷ ശ്രീജ CS ആശംസകൾ അറിയിച്ചു. ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കളും അവ ഉണ്ടാക്കുന്ന രീതികളും പൊതുജനങ്ങൾക്ക് അംഗനവാടി പ്രവർത്തകർ വിവരിച്ചു കൊടുത്തു. തൃശൂർ ചാലക്കുടിയിൽ ബാലസംഘം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ വേനൽ തുമ്പികൾ പരിപാടിയുടെ ഏരിയ പര്യടനം ആരംഭിച്ചു. ബാലസംഘം സംസ്ഥാന പ്രസിഡന്റ് DS സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ കുട്ടികളുടെ വിവിധ ഇനം പരിപാടികളും അരങ്ങേറി. 27 കുട്ടികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. തൃശൂർ കൊടകര ഗാന്ധിനഗറിൽ ഏകലവ്യ കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ ഗ്രാമോത്സവം സംഘടിപ്പിച്ചു. ഗാന്ധിനഗർ ക്ലബ് പരിസരത്ത് നടത്തിയ പരിപാടി കലാകായിക സമിതി പ്രസിഡന്റ് TC ഷജിത് കുമാർ, സെക്രട്ടറി TG അജോ എന്നിവർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വനിതകളുടെ ഫ്യൂഷൻ കൈകൊട്ടിക്കളി അരങ്ങേറി. തൃശൂർ മണലൂർ പഞ്ചായത്തിൽ ഇന്ത്യൻ സൈന്യത്തിൽ അഗ്നിവീർ വിഭാഗത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട മലറൂർ സ്വദേശി അഭിദേവിനെ ആദരിച്ചു. BJP വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിയിൽ BJP 3-ാം വാർഡ് മെമ്പർ മിനി അനിൽകുമാർ അഭിദേവിന് പൊന്നാട അണിയിച്ചു.
തൃശൂർ മണലൂർ പഞ്ചായത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബോട്ടണി വിഭാഗത്തിൽ ഡോക്ടറേറ്റ് ലഭിച്ച മണലൂർ സ്വദേശി ജിജിയെ ഉപഹാരം നൽകി ആദരിച്ചു. BJP വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിയിൽ BJP സോഷ്യൽ മീഡിയ ജില്ലാ കമ്മിറ്റി മുൻ അംഗം പ്രസീത കരുവത്ത് ഉപഹാരം നൽകി. തൃശൂർ ചാലക്കുടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏരിയ പര്യടനം ആരംഭിച്ചു. പര്യടനം ബാലസംഘം സംസ്ഥാന പ്രസിഡന്റ് DS സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ ലഘുനാടകങ്ങളും നൃത്തശില്പങ്ങളും 27 കുട്ടികൾ അടങ്ങിയ വേനൽ തുമ്പികളും അവതരിപ്പിച്ചു. കാസർഗോഡ് നെല്ലിക്കാട്ട് പുക്കത്ത് വളപ്പ് തറവാട്ടിൽ കൊട്ടിയാടി അപൂർവ തെയ്യക്കോലങ്ങളായ ഉമ്മച്ചി തെയ്യവും കുട്ടിച്ചാത്തനും. മതസൗഹാർദ്ദവും ഐതിഹ്യ പെരുമയും വിളിച്ചോതുന്നതാണ് ഈ തെയ്യങ്ങൾ. കാക്കാട്ടുകോവിലകം, പൂക്കത്ത് വളപ്പ് തറവാട്, കണിക്കോലം എന്നിവിടങ്ങളിൽ മാത്രമാണ് ഈ അപൂർവ തെയ്യം കെട്ടിയാടുന്നത്. തൃശൂർ വടക്കാഞ്ചേരി ഉത്രാളിക്കാവിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഈ മാസം 23-ന് പ്രൗഢഗംഭീരമായി ആഘോഷിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ തരം പരിപാടികൾ ഉണ്ടാകുമെന്ന് പ്രസിഡന്റ് വി ശ്രീധരൻ, സെക്രട്ടറി PR സുരേഷ് എന്നിവർ അറിയിച്ചു. ആലപ്പുഴ മാന്നാറിൽ 100ഓളം കുട്ടിമേളക്കാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം സംഘടിപ്പിച്ചു. മാന്നാർ കുരട്ടിക്കാട് പാട്ടമ്പലം ദേവീക്ഷേത്ര സന്നിധിയിൽ നടന്ന പഞ്ചാരിമേളത്തിൽ RLV ശ്യാം ശശിധരൻ നേതൃത്വം നൽകി. വിവിധ വാദ്യ കലാക്ഷേത്രങ്ങളിൽ ശിക്ഷണം ലഭിച്ച കുട്ടികൾ പഞ്ചാരിമേളത്തിൽ പങ്കെടുത്തു. മെഗാ പഞ്ചാരിമേളത്തിന്റെ ഉദ്ഘാടനം കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. തൃശൂർ അന്തിക്കാടിൽ വോയിസ് ഓഫ് കാരമുക്കിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ സെമിനാർ നടത്തി. അന്തിക്കാട് SI ഉമ്മർ, ASI നാസർ എന്നിവർ ക്ലാസ് എടുത്തു. തൃശൂർ മണലൂരിലെ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന VN നാരായണന്റെ 5ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. യോഗം CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ മനോജ് കൊളഞ്ചേരി അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, വിവിധ ലോക്കൽ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിമാർ, പാർട്ടി പ്രവർത്തകർ, സംഘടനാ നേതാക്കൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വെച്ചൂർ പഞ്ചായത്ത് അംഗങ്ങൾ. വെച്ചൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ശൈലകുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സോജി ജോർജ്, PK മണിലാൽ, മനോജ്, പഞ്ചായത്ത് അംഗം സ്വപ്ന മനോജ് എന്നിവരാണ് സമരവേദിയിലെത്തി ആശാപ്രവർത്തകർക്ക് പിന്തുണ അറിയിച്ചത്. AI ഗിബ്ലി സ്റ്റൈൽ ഇമേജുകൾക്ക് വെല്ലുവിളിയായി ഗൂഗിൾ. ജെമിനി AI ഹൈ ഡെഫിനിഷൻ വീഡിയോകൾ സൃഷ്ടിക്കാൻ ഉപയോക്താക്കളെ അനുവദിക്കുന്ന ഒരു പുതിയ സവിശേഷത അവതരിപ്പിക്കാനാണ് ഗൂഗിളിന്റെ നീക്കം എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ഗൂഗിൾ ഔദ്യോഗിക ബ്ലോഗിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഫ്ലോഗ്ഷിപ്പ് ഇലക്ട്രിക് മോട്ടോർ സൈക്കിളായ മാറ്റർ ഏറ വിൽപ്പനയ്ക്കായി പുറത്തിറക്കി മാറ്റർ മോട്ടോഴ്സ്. 1.88 ലക്ഷം രൂപയാണ് വില. 172 കിലോമീറ്റർ റേഞ്ചും 4 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഗിയർ ബോക്സും 7 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേയും കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നതാണ് വാഹനം. വോക്സ്വാഗൺ ഗോൾഫ് GTI 2025 മെയ് മാസത്തോടെ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കാൻ കമ്പനി തയ്യാറാണെന്ന് പുതിയ റിപ്പോർട്ടുകൾ. GBU റൂട്ടിലൂടെയാണ് ഇത് എത്തുക. ഔദ്യോഗിക ലോഞ്ചിന് മുന്നോടിയായി 4 എക്സ്റ്റീരിയർ കളർ ഓപ്ഷനുകളിൽ പുതിയ ഗോൾഫ് GI ലഭ്യമാകും. ടൊവിനോ തോമസ് ട്രിപ്പിൾ റോളിൽ അഭിനയിച്ച ചിത്രം അജയന്റെ 2ാം മോഷണത്തിന്റെ VFX വീഡിയോ റിലീസ് ചെയ്തു. ടൊവിനോ അവതരിപ്പിച്ച കേളു, അജയൻ എന്നീ കഥാപാത്രങ്ങളുടെ ക്ലൈമാക്സ് ഉൾപ്പെടെയുള്ള സീനുകളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജിതിൻ ലാലാണ് ചിത്രത്തിന്റെ സംവിധായകൻ. ക്രൂയിസർ ബൈക്ക് മോഡലായ എമുലേറ്റർ 400-ന് 2025 എഡിഷൻ പുറത്തിറക്കി ജാപ്പനീസ് കമ്പനിയായ കവാസാക്കി. ഡിസൈനിലോ ഫീച്ചറുകളിലോ മാറ്റങ്ങളൊന്നുമില്ലാതെയാണ് പുതിയ പതിപ്പ് ഇന്ത്യയിലെത്തുന്നത്. മെറ്റാലിക് ബ്ലാക്ക്, സ്പാർക്ക് ബ്ലാക്ക് എന്ന ഒറ്റ നിറത്തിൽ മാത്രമാണ് വാഹനം ലഭ്യമാവുക.
വീണ്ടും റിലീസിനൊരുങ്ങി രജനീകാന്ത് നായകനായ കൾട്ട് ഹിറ്റ് ചിത്രം ഭാഷ. ഏപ്രിൽ 25-ന് ചിത്രം റീമാസ്റ്റർ ചെയ്താകും തിയേറ്ററുകളിൽ എത്തുക. 1995 ജനുവരി 12-നാണ് ചിത്രം ആദ്യം റിലീസ് ചെയ്തത്. മലയാളത്തിൽ അതേ ദിവസം മോഹൻലാൽ അഭിനയിച്ച ചിത്രം തുടരും തിയേറ്ററുകളിൽ എത്തും. അതിവേഗ വാർത്ത അവസാനിച്ചു. നമസ്കാരം. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി